കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഷെയർ ആൻഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതിൽ ആദ്യത്തെ ഒരു കുറച്ച് പാർട്ട് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ഈ ഒരു ഷെയർസ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ളതിൻ്റെ ഷെയർസിൻ്റെ അലോട്ട്മെൻറ്റും പിന്നെ അതിൻ്റെ ഇഷ്യൂ എങ്ങനെയാണ് ഈ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇനി സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസാണ്. ലിസ്റ്റിംഗ് എന്നുള്ള ടേം നമുക്ക് ഫെമിലിയർ ആയിരിക്കാം. ലിസ്റ്റിംഗ് മീൻസ് നമ്മൾ കോമൺ സെൻസിലുള്ള ലിസ്റ്റിംഗ് അല്ല. ലിസ്റ്റിംഗ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷെയർസ് ആണെങ്കിലും ഡിബഞ്ചേഴ്സ് ആണെങ്കിലും മറ്റേത് സെക്യൂരിറ്റീസ് ആണെങ്കിലും ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് പബ്ലിക് കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസ് ആവുന്ന സമയത്ത് നമുക്കത് ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നെഗോഷ്യബിലിറ്റി അതിന് വരണം എന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ലിസ്റ്റ് ചെയ്യുക മീൻസ് നമ്മൾ അത് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മളതിൻ്റെ നെയിം എൻലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മളുടെ കമ്പനീൻ്റെ ഏത് ചിലപ്പോൾ ക്ലാസ് ഓഫ് ഷെയർസ് ആയിരിക്കും ലിസ്റ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ നമ്മൾ എൻ്റയർ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എൻലിസ്റ്റിംഗ് ദ സെക്യൂരിറ്റീസ് ഓഫ് ദ കമ്പനി ഇൻ ദ ഒഫീഷ്യൽ ട്രേഡ് ലിസ്റ്റ് ഓഫ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ചിലപ്പോൾ BSE ആകാം, NSE ആകാം. ഇപ്പോൾ ഒരു കമ്പനിക്ക് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവരുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യാം, ഓർ മോർ ദാൻ വൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിലും സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യാം. അത് ഓരോ കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവരുടെ ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്, അല്ലെങ്കിൽ അതിൻ്റെ നെയിം അവിടെ ലിസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. എ സെക്യൂരിറ്റി ഈസ് സെഡ് ടു ബി ലിസ്റ്റഡ് വെൻ ഇറ്റ്സ് നെയിം ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് സെക്യൂരിറ്റീസ് ട്രേഡ് ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നമ്മൾ അതിൻ്റെ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ കഴിയും ഏതൊക്കെ കമ്പനീസാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനീസിൻ്റെ ഏതൊക്കെ ക്ലാസ് ഓഫ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഷെയർസാണ് നമുക്ക് ട്രേഡിന് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ ട്രേഡ് ലിസ്റ്റിൽ നമ്മളുടെ കമ്പനിയുടെ സെക്യൂരിറ്റീസിൻ്റെ നെയിമും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ലിസ്റ്റിംഗ്. സിംപ്ലി അത് മനസ്സിലാക്കുക. ഇനി ഈ ഒരു ലിസ്റ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ കമ്പനീസിനും ലിസ്റ്റിംഗ് കമ്പൾസറി ആണെന്ന് ചോദിച്ചാലല്ല. പബ്ലിക് കമ്പനി ആവുന്ന സമയത്താണ് അവിടെ കമ്പൾസറിലി ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വരുന്നത്. പ്രൈവറ്റ് കമ്പനീസിൻ്റെ കേസിൽ ലിസ്റ്റിംഗ് കമ്പൾസറി അല്ല, അത് പോസിബിൾ അല്ല. പ്രൈവറ്റ് കമ്പനി ആവുന്ന സമയത്ത് അവിടെ ഓൺ ചെയ്യുന്നത് പ്രൈവറ്റ് പാർട്ടീസാണ്. അവർക്ക് പ്രൈവറ്റ് പാർട്ടീസ് ആവുന്ന സമയത്ത് അവരുടെ എൻ്റയർ ഇൻഫോർമേഷൻ പബ്ലിക്കിന് അവൈലബിൾ ആവുന്നത് അവർക്ക് ചിലപ്പം ബില്ലിംഗ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് കമ്പനീസ് സാധാരണ ലിസ്റ്റ് ചെയ്യാറില്ല. പബ്ലിക് കമ്പനീസ് ആവുന്ന സമയത്താണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് കടക്കുന്നത്. ഇനി ലിസ്റ്റിംഗ് ചെയ്യുക അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂ വഴിയൊക്കെ നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെബി പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് നമ്മൾ എന്തായാലും നമ്മളുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനത്തെ കേസിലൊക്കെ കമ്പൾസറി ആണ്, പബ്ലിക് ഇഷ്യൂവിൻ്റെ കേസിലൊക്കെ. ഓക്കെ, ദെൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി ആവുന്ന സമയത്ത് അവിടെ നമ്മൾ ഇതിൻ്റെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് സെബി ഗൈഡ് ലൈൻസാണ് ഫോളോ ചെയ്യുന്നുണ്ടാവുക. സെബി പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ബേസിലാണ് നമ്മൾ ബാക്കി അതിൻ്റെ ട്രേഡിംഗ് മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നത്. അതല്ലാതെ അൺലിസ്റ്റഡ് കമ്പനീസൊക്കെ ആകുന്ന സമയത്ത് എല്ലാ പബ്ലിക് കമ്പനീസും ലിസ്റ്റ് ചെയ്യണമെന്നില്ല, പിന്നെ പ്രൈവറ്റ് കമ്പനീസും ലിസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനത്തെ അൺലിസ്റ്റഡ് കമ്പനീസൊക്കെ ആണെങ്കിൽ അവിടെ ട്രേഡ് ഓവറോൾ മോണിറ്റർ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസാണ്. നോർമലി സെബി ഗൈഡ് ലൈൻസിനേക്കാളും അല്ലെങ്കിൽ ലിസ്റ്റഡ് കമ്പനീസിനേക്കാളും ലെസ് സ്ട്രിൻജൻ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെയാണ് നോർമൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഉണ്ടാവുക. സെബി ആവുന്ന സമയത്ത് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരിക. പക്ഷേ ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആവുന്ന സമയത്ത് അവിടെ റിസ്ക് എലമെൻറ്റ് നമുക്ക് കൂടുതലാണ്. ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ആ കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് റിസ്ക്കും അവിടെ നമുക്ക് ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ. അവിടെ നമുക്ക് റിസ്ക് എലമെൻറ്റ് കുറവാണ് ലിസ്റ്റഡ് കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പെർസെപ്ഷനിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനി കൂടുതൽ റിലയബിൾ ആയിരിക്കും അൺലിസ്റ്റഡ് കമ്പനീസിനേക്കാൾ കൂടുതൽ.
ഇനി റിക്വയർമെൻറ്റ് മീൻസ് എന്തൊക്കെയാണ് അവിടെ നോക്കേണ്ടത്? ദ മിനിമം ഇഷ്യൂ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഷാൽ ബി 3 crore. കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കമ്പനിക്ക് മിനിമം 3 crore ഇഷ്യൂഡ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. ആൻഡ് ദ പ്രോസ്പെക്ടസ് ഷാൽ ബി സ്ക്രൂട്ടനൈസ്ഡ് ബൈ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ദെൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ കറക്റ്റായിട്ടുള്ളൊരു പ്രോസ്പെക്ടസ് നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. കറക്റ്റ് പ്രോസ്പെക്ടസ് വഴി നമ്മൾ പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസിനാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് കമ്പൾസറി ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് പ്രോസ്പെക്ടസ് കറക്റ്റായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് ഷാൽ ബി സ്ക്രൂട്ടനൈസ്ഡ് ബൈ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ദെൻ നെക്സ്റ്റ് വൺ, മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മസ്റ്റ് കണ്ടെയ്ൻ ദ പ്രിസ്ക്രൈബ്ഡ് പ്രൊവിഷൻസ്. മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിൾസിലും ലിസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ലിസ്റ്റിങ്ങിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ആദ്യം തന്നെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് നമുക്ക് ഈ ഒരു ലിസ്റ്റിംഗ് പെർമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറിലേക്ക് ഒന്ന് നോക്കി നോക്കുക. പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിൻ്റെ ഒരു ലെറ്റർ ഓഫ് ആപ്ലിക്കേഷൻ, അതായത് ഏത് കമ്പനിയാണോ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്, എവിടെയാണോ ലിസ്റ്റ് ചെയ്യേണ്ടത്, ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണോ ലിസ്റ്റ് ചെയ്യേണ്ടത്, അവിടെ നമ്മളൊരു ആപ്ലിക്കേഷൻ ലെറ്റർ സബ്മിറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി NSE-യിലാണ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ NSE-യിൽ ഒരു ലെറ്റർ ഓഫ് ആപ്ലിക്കേഷൻ ആര് സബ്മിറ്റ് ചെയ്യണം? എ ലിമിറ്റഡ് സബ്മിറ്റ് ചെയ്യണം. ദെൻ അത് കഴിഞ്ഞ് പെർമിഷൻ ടു യൂസ് ദ നെയിം ഓഫ് BSE ഇൻ ആൻ ഇഷ്യൂവർ. പിന്നെ ഇവിടെ എക്സാമ്പിൾ ഇപ്പോൾ BSE ആണ്. BSE എന്ത് ചെയ്യുന്നു? ഒരു പെർമിഷൻ കൊടുക്കും. BSE-യിൽ ലിസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ BSE-ൻ്റെ നെയിമിൽ യൂസ് ചെയ്യാം എന്നുള്ളൊരു പെർമിഷൻ BSE ആർക്ക് കൊടുക്കും? ഇഷ്യൂവർ കമ്പനിക്ക് കൊടുക്കും. ഏത് കമ്പനിയാണോ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ കമ്പനിക്ക് പെർമിഷൻ കൊടുക്കും. ദെൻ നെക്സ്റ്റ് കമ്പനീസ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്ത് അത് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് സബ്മിറ്റ് ചെയ്യണം. അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അത് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നുണ്ട്. ദെൻ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കണം. ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ആരെ പ്രിപ്പയർ ചെയ്യേണ്ടത്? കമ്പനി ഒരു എഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ്. പിന്നെ എന്ത് ചെയ്യും? നമ്മളുടെ സെക്യൂരിറ്റീസ് ഏതൊക്കെയാണോ അത് അലോട്ട് ചെയ്യുന്നു. ആൻഡ് ട്രേഡിംഗ് പെർമിഷൻ. പിന്നെ എന്ത് ചെയ്യുന്നു? ഫൈനൽ പെർമിഷൻ BSE-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. ദെൻ റിക്വയർമെൻറ്റ് ഓഫ് 1% സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. ഇനി നമ്മൾ ഇങ്ങനെ ആപ്ലിക്കേഷൻ വഴി നമ്മൾ പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് ഈ കിട്ടിയിരിക്കുന്ന എമൗണ്ടൊക്കെ നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, 1% സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ പേയ്മെൻറ്റ് ഓഫ് ലിസ്റ്റിംഗ് ഫീസ്. ഈ ലിസ്റ്റിങ്ങിൽ വരുന്ന ഒരു ചാർജാണ്. നമുക്ക് വെറുതെ പോയിട്ട് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ്റെ കൂടെ ലിസ്റ്റിംഗ് ഫീസ് കൂടെ പേയ്മെൻറ്റ് നടത്തണം. അപ്പോൾ നമ്മൾ ലിസ്റ്റിംഗ് ഫീസ് പേയ്മെൻറ്റ് നടത്താം. ആൻഡ് കംപ്ലയിൻസ് വിത്ത് ദ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്. ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് പ്രകാരം നമുക്ക് ഫർദർ പ്രൊസീജിയറിലേക്ക് കടക്കാവുന്നതാണ്. ഇത് ഇതേപോലെ തന്നെ എഴുതണമെന്നില്ല. ആ ഒരു ലിസ്റ്റിംഗ് പ്രൊസീജിയർ എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കാനാണ് ഈ പോയിൻറ്റ്സ് കൊടുത്തത്. കമ്പനി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. ദെൻ ഏതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവരൊരു പെർമിഷൻ കൊടുക്കും. പിന്നെ നമ്മൾ പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യണം, ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ദെൻ സെക്യൂരിറ്റീസ് അലോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പെർമിഷൻ കിട്ടും, ട്രേഡിംഗ് പെർമിഷൻ കിട്ടും. ദെൻ റിസീവ് ചെയ്യുന്ന എമൗണ്ടിൽ 1% സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റിംഗ് ഫീസ് പേയ്മെൻറ്റ് നടത്തുക. ആൻഡ് ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് കോംപ്ലയൻസ് അത് ഫോളോ ചെയ്യുക. ഓക്കെ, ഇനി മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. നമുക്കറിയാം ലിസ്റ്റിങ്ങിൻ്റെ മെയിനായിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ നമുക്ക് ലിക്വിഡിറ്റി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ സെക്യൂരിറ്റീസിൻ്റെ മാർക്കറ്റബിലിറ്റി കൂടുതലായിരിക്കും. ലിസ്റ്റ് ചെയ്യപ്പെട്ടൊരു സെക്യൂരിറ്റി അല്ലെങ്കിൽ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇൻ്റർനാഷണലി അതിന് റെക്കഗ്നീഷൻ വരികയാണ്. ഇൻ്റർനാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ ഇൻ്റർനാഷണൽ റെക്കഗ്നീഷൻ ഉണ്ടാകും. അതല്ല NSE BSE പോലെ നമ്മുടെ നാഷണൽ ടെറിട്ടറിയിൽ വരുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ അതിന് നാഷണൽ റെക്കഗ്നീഷൻ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് ഉള്ള സെക്യൂരിറ്റി ആയിട്ട് മാറും. അപ്പോൾ നമുക്കൊരു ചെറിയ ഏരിയയിൽ നമുക്ക് കിട്ടുന്ന ആക്സെപ്റ്റൻസിനേക്കാൾ കൂടുതലായിരിക്കും നമ്മളുടെ മാർക്കറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് കസ്റ്റമേഴ്സ് അത് വാങ്ങാൻ വില്ലിംഗ് ആയിട്ടുണ്ടാകും. ഓഫ്ലൈനായിട്ടും മാത്രമായിരിക്കില്ല, അവിടെ ഓൺലൈനായിട്ടൊക്കെ ആൾക്കാർ പർച്ചേസ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങും.
അപ്പോൾ ഈ മാർക്കറ്റബിലിറ്റി അതുപോലെ തന്നെ ലിക്വിഡിറ്റി എൻഷുർ ചെയ്യുന്നതിന് ലിസ്റ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ബെസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെഗോഷിയേഷൻ പോസിബിളാണ്. ഇപ്പോൾ ബുക്ക് ബിൽഡിംഗ് പോലെ ഡിഫറെൻറ്റ് പ്രൈസ് മെക്കാനിസം ഉണ്ട്, പ്രൈസ് ഡിസ്കവറി മെക്കാനിസം ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് പ്രൈസസിൽ നിന്ന് ഏറ്റവും നല്ല പ്രൈസ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു സെക്യൂരിറ്റി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബെസ്റ്റ് പ്രൈസ് ഏതാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. ദെൻ റെഗുലർ ഇൻഫർമേഷൻ. ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റി ആണെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് പബ്ലിക്ലി അവൈലബിൾ ആയിരിക്കും. ആ ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മളുടെ സൈറ്റ് നോക്കിയാലും മനസ്സിലാവുന്നതാണ്. അപ്പോൾ റെഗുലറായിട്ടുള്ള ഇൻഫോർമേഷൻ ആൻഡ് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് സെക്യൂരിറ്റീസിനെ കുറിച്ചിട്ട് ഈ ഒരു സൈറ്റ് വഴിയോ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. അൺലിസ്റ്റഡ് കമ്പനി ആവുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. ആ കമ്പനീനെ കുറിച്ചോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിനെ കുറിച്ചോ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇതിന് ഇൻഫോർമേഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ ഈസിലി ഫണ്ട് റേസ് ചെയ്യാൻ എളുപ്പം ഏതാണ്, ലിസ്റ്റഡ് കമ്പനീസിനാണ്. ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ നമുക്ക് നമ്മുടെ കമ്പനീൻ്റെ ക്രെഡിബിലിറ്റി കൂടുതലായിരിക്കും, റെക്കഗ്നീഷൻ കൂടുതലായിരിക്കും. അതുവഴി നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാപിറ്റൽ റേസ് ചെയ്യാനും പറ്റുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തിയിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. ദ നെക്സ്റ്റ് വൺ ട്രാൻസ്ഫറബിലിറ്റി ആണ്. ട്രാൻസ്ഫറബിലിറ്റി മീൻസ് പബ്ലിക് കമ്പനീസാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ലിസ്റ്റ് ചെയ്യുന്നത്. പബ്ലിക് കമ്പനീസിൻ്റെ ഷെയർസ് ഈസിലി ട്രാൻസ്ഫറബിൾ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട സെക്യൂരിറ്റീസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫറബിലിറ്റി അവിടെ കൂടുതലാണ്. അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസിനെ അപേക്ഷിച്ച് ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ഷെയർസ് അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് നമുക്ക് ഈസിലി ട്രാൻസ്ഫറബിൾ ആണ്. ദെൻ ഇൻകം ടാക്സ് ബെനിഫിറ്റ്. മറ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആണെങ്കിൽ അവിടെ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അതൊക്കെ 1 lakh വരെ നമുക്ക് എക്സംപ്റ്റഡ് ആണ്. ദെൻ അതിൽ കൂടുതലാവുന്ന സമയത്താണ് LTCGയും FTCGയൊക്കെ വരുന്നത്. 15% ആണ് STCG. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇല്ല. ഈ ഒരു ലിസ്റ്റഡ് സെക്യൂരിറ്റീസിൻ്റെ കേസിൽ LTCG എന്ന് പറയുന്ന സംഭവമില്ല, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇല്ല നമുക്ക്. അപ്പോൾ അങ്ങനെ ഇൻകം ടാക്സ് ബെനിഫിറ്റും കിട്ടുന്നുണ്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സെക്യൂരിറ്റീസ് ആണെങ്കിൽ. ദെൻ അതിൻ്റെ ഡീമെറിറ്റ് എന്തൊക്കെയാണ്, സ്പെക്കുലേഷൻ്റെ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അവൈലബിൾ ആണ്. ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് കൂടുകയോ കുറയുമോ എന്നൊക്കെ ഉള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുവഴി സ്പെക്കുലേഷൻ്റെ പോസിബിലിറ്റി കൂടുതലാണ്. ദെൻ നെക്സ്റ്റ് ലിസ്റ്റിംഗ് ഫീസാണ്. ലിസ്റ്റിംഗ് ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ലിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കമ്പനീൻ്റെ എത്ര ഷെയർ ആണ് ലിസ്റ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് ഒരു ലിസ്റ്റിംഗ് ഫീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്ട്രാ കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഫീസ് എലമെൻറ്റ് വരുന്നുണ്ട്. ദെൻ ഇൻഫോർമേഷൻ ടു കോമ്പറ്റീറ്റേഴ്സ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഫോർമേഷൻ പബ്ലിക്കലി അവൈലബിൾ ആണ്. അപ്പോൾ അത് പെട്ടെന്ന് കോമ്പറ്റീറ്റേഴ്സിനും ഐഡൻറ്റിഫൈ ചെയ്യാനും അവർക്ക് ഈസിലി നമ്മളുടെ ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ പറ്റുന്നുണ്ട്. ദെൻ സ്ട്രിഞ്ചൻറ്റ് ലോസ് ആണ് ആസ് കമ്പയർ ടു അൺലിസ്റ്റഡ് കമ്പനി ആവുന്ന സമയത്ത് അവിടെ ലോസ് എന്ന് പറയുന്നത് അത്രത്തോളം സ്ട്രിക്റ്റ് ആവണം എന്നില്ല. പക്ഷേ ലിസ്റ്റഡ് കമ്പനി ആവുന്ന സമയത്ത് സെബി പറഞ്ഞിരിക്കുന്ന റെഗുലേഷൻസിൻ്റെ ബേസിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ട്രേഡിംഗ് പാറ്റേൺസ് ഫോളോ ചെയ്യാൻ പറ്റുക. അപ്പോൾ അവിടെ കുറച്ചും കൂടെ ലോസ് എന്ന് പറയുന്നത് സ്ട്രിഞ്ചൻ്റ് ആണ്. ഇതൊക്കെയാണ് നമുക്ക് ലിസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ലിസ്റ്റിംഗ് നിങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ മെയിനായിട്ട് എന്താണ് ലിസ്റ്റിംഗ്, എന്തിനു വേണ്ടിയിട്ടാണ് ലിസ്റ്റിംഗ് ചെയ്യുന്നത്. ലിസ്റ്റിംഗ് മെയിനായിട്ടുള്ള അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ആൻഡ് മാർക്കറ്റബിലിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് സെക്യൂരിറ്റീസിൻ്റെ. അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ്. അവർക്ക് കറക്റ്റായിട്ടുള്ള എന്താണ് പ്രൈസ് മനസ്സിലാക്കിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ളൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം കൂടിയാണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണ് ഈ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങളൊരു എസ്സേ വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിലൊന്ന് പഠിച്ചു വയ്ക്കുക. ഇനി അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് ടെക്സ്റ്റ് ഇല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക. ഡീലിസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സും കൂടെ ഉണ്ട്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഡീലിസ്റ്റിംഗ് എന്ന് പറയുന്നത്.
ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനീനെ നമ്മുടെ ട്രേഡിംഗിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിനെ പുറത്താക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡീലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ടെർമിനേഷൻ ഓഫ് പെർമിഷൻ ഗിവൻ ടു എ ലിസ്റ്റഡ് കമ്പനി ഫ്രം ട്രേഡിംഗ് ഇറ്റ് സെക്യൂരിറ്റീസ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്യൂരിറ്റീസ് ടെർമിനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് ഡീലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി കമ്പൽസറി ഓർ വോളണ്ടറി ഡീലിസ്റ്റിംഗ്. കമ്പൽസറി എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ ലിസ്റ്റിംഗ് ഫീസ് മനഃപൂർവ്വം അടയ്ക്കാതിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിൽ എൻ്റർ ചെയ്യുക, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കമ്പൽസറിലി ഡീലിസ്റ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ വോളണ്ടറി ഡീലിസ്റ്റിംഗ്. വോളണ്ടറി ഡീലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ചില കമ്പനീസ് അവർക്ക് ബിസിനസ് നടത്താൻ പറ്റാതെ വരിക, സിക്ക് യൂണിറ്റ് ആയിട്ട് മാറുക, അവർക്ക് ബിസിനസ് ഇപ്പോൾ ഡൗൺ ആണ്, അല്ലെങ്കിൽ ലിസ്റ്റിംഗ് ഫീസ് അവർക്കിപ്പോൾ അടയ്ക്കാൻ പറ്റുന്നില്ല, അങ്ങനെ വോളണ്ടറി റീസൺസ് കാരണം അവർ തന്നെ ഡീലിസ്റ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ട് ഡീലിസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ. ഇനി വോളണ്ടറി ഡീലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആഫ്റ്റർ 5 years ആ ഒരു കൂളിംഗ് പീരീഡ് എന്ന് പറയും. ആ ഒരു കൂളിംഗ് പീരീഡ് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം? വീണ്ടും ലിസ്റ്റ് ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ആ ഒരു കൂളിംഗ് പീരീഡിൽ കഴിഞ്ഞിട്ട് അവർക്ക് വീണ്ടും എന്ത് ചെയ്യാം? ലിസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. കമ്പൽസറി ഡീലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കമ്പനീസ് ആണെങ്കിൽ 10 year വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ അവർക്ക് റീലിസ്റ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അത് ലിസ്റ്റിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ടേമാണ് ഡീലിസ്റ്റിങ്ങും റീലിസ്റ്റിങ്ങും. അതൊന്ന് എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക, അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് റൈറ്റ് ഷെയർ, ബോണസ് ഷെയർ, സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്, ഇതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് പോയാൽ മാത്രം മതി. ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. റൈറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റാണ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള അവകാശമുള്ള ഷെയർസിനെയാണ് റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത്. അവിടെ നോക്കുക, എ കമ്പനി ഹാവിങ് എ ഷെയർ ക്യാപിറ്റൽ proposes to increase its subscribed capital by the issue of further shares within the limit of the authorized capital. Its directors must offer such shares to the existing shareholders of equity shares in proportion to the capital paid upon their shares at the time of further issue. അത് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, എന്നാലും അത് സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഇതെന്താണിത്? കമ്പനി എന്തിനു ഡിസൈഡ് ചെയ്തിട്ടുണ്ട്? അവരുടെ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് വിത്തിൻ ദ ലിമിറ്റ് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഉള്ളിൽ, ആ ഒരു ലിമിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാൻ. അവരിപ്പോൾ ഫുൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഫുള്ളായിട്ടും അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവില്ല, അപ്പോൾ അത് കൂട്ടാനാണ്, നിലവിലുള്ളതിനേക്കാൾ ഇൻക്രീസ് ചെയ്യാൻ അവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡിസൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ഡയറക്ടേഴ്സ് മസ്റ്റ് ഫസ്റ്റ് ഓഫർ സച്ച് ഷെയർസ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അങ്ങനെ നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ, ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ആദ്യം ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ്. ഇക്വിറ്റി ഷെയർ നിലവിൽ ആരൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടോ അവർക്കാണത് നമ്മൾ ഫസ്റ്റ് ഓഫർ ചെയ്യേണ്ടത്. ആൻഡ് അത് ഏത് ബേസിസിലാണ്? ഇൻ പ്രൊപ്പോർഷൻ ടു ദ ക്യാപിറ്റൽ പെയ്ഡ് അപ്പോൺ ദെയർ ഷെയർസ്. അവരിപ്പോൾ നിലവിൽ എത്ര ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്, എത്ര ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ പ്രൊപ്പോർഷനിലാണ് നമ്മൾ അവർക്ക് ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫർദർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നിലവിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്ര ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ്ലി അവർക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഷെയർസ് ഓഫർ ചെയ്യാവുന്നതാണ്. എപ്പം? അവർ കമ്പനി അവരുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ. ഓക്കെ, ആൻഡ് ദ ഓഫർ ഷാൾ ബി മെയ്ഡ് ബൈ നോട്ടീസ് സ്പെസിഫൈയിങ് ദ നമ്പർ ഓഫ് ഷെയർസ്, ഓഫർ ആൻഡ് ടൈം ലിമിറ്റ്. ഇനി ഓഫർ നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ ഇൻറ്റിമേറ്റ് ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സിനെ ഇൻറ്റിമേറ്റ് ചെയ്യണം ബൈ എ നോട്ടീസ്. ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പോകുന്നുണ്ട്, അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇത്ര ഷെയർസ് ഓഫർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. ആൻഡ് ആ ഓഫറിൽ നമ്മൾ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് അവർക്ക് ഓഫർ ചെയ്യുന്നത്, അതുപോലെ തന്നെ അത് എത്ര സമയത്തിനുള്ളിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം. ഒരു ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും. എത്ര ഇപ്പോൾ 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ തിരിച്ച് ഇൻഫോം ചെയ്യാനുള്ള ഒരു ടൈം ലിമിറ്റ് ഉണ്ടാകും. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് നോട്ടീസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. ആൻഡ് ആഫ്റ്റർ ദ എക്സ്പയറി ഓർ ദ പേഴ്സൺ ഡിക്ലൈനിങ് ടു ആക്സെപ്റ്റ് ദ ഓഫർ, ബോർഡ് ഹാവ് ദ പവർ ടു ഡിസ്പോസ് ഓഫ് ദം.
ഇനി ആ പറഞ്ഞിരിക്കുന്ന ടൈം ലിമിറ്റിനുള്ളിൽ ഈ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് നമുക്ക് ഇൻഫോർമേഷൻ ഒന്നും തന്നിട്ടില്ല, അല്ലെങ്കിൽ ആ ഓഫർ അവർ ഡിക്ലൈൻ ചെയ്യാണ്, അതല്ല ആ ഒരു എക്സ്പയറി കഴിഞ്ഞിട്ടും ഇവരെ കുറിച്ചിട്ട് ഇൻഫോർമേഷനൊന്നുമില്ല, അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ബോർഡിന് എന്ത് ചെയ്യാം? ആ ഒരു ഓഫർ ഡിസ്പോസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ നിലവിലുള്ള ഈ നമ്മൾ റൈറ്റ് ഷെയർ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ച അത്രയും ഷെയർസ് മറ്റുള്ളവർക്ക് ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. ഡിസ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ സെയിൽ ചെയ്യാവുന്നതാണ്. സച്ച് ഷെയർസ് ഷാൾ ബി ഇഷ്യൂഡ് ടു എംപ്ലോയീസ് അണ്ടർ എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. ആ ഇപ്പോൾ ഡിക്ലൈൻ ചെയ്തിരിക്കുന്ന അത്രയും ഷെയർസ് എന്ത് ചെയ്യാം? നമുക്ക് എംപ്ലോയീസിന് കൊടുക്കാം. എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ വഴി അവർക്ക് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് റൈറ്റ് ഷെയർ എന്ന് പറയുന്നത്. റൈറ്റ് ഷെയർ എന്ന് പറയുന്നത് എന്താണ്? കമ്പനി അവരുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് വിത്തിൻ ദ ലിമിറ്റ് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഫസ്റ്റ് ആയിട്ട് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് ഈ ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടത്. ഇൻ പ്രൊപ്പോർഷൻ. ഏത് പ്രൊപ്പോർഷനിലാണ്? അവരിപ്പോൾ എത്ര ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എത്ര ഇക്വിറ്റി ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ്ലിയാണ് അവർക്ക് ഹോൾഡ് ചെയ്യുന്നത്, ഓഫർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തത് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്താണെന്നുള്ളതാണ്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും നമ്മൾ ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയീസിന് ഓഫർ ചെയ്യുന്നതാണ്. മറ്റേത് നമ്മൾ ഫസ്റ്റ് ഡയറക്ടേഴ്സിനാണ് ഓഫർ ചെയ്യുന്നത്. ഡയറക്ടേഴ്സ് ഡിക്ലൈൻ ചെയ്താൽ മാത്രമാണ് എംപ്ലോയീസിന് ഫർദർ അത് ഓഫർ പോകുന്നത്. അവിടെയും എംപ്ലോയീസിന് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തേർഡ് പാർട്ടീസിന് അത് സെയിൽ ചെയ്യാവുന്നതാണ്. ഇവിടെ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്, സച്ച് ഇക്വിറ്റി ഷെയർസ് ആർ ആസ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ടു ഇറ്റ്സ് ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയീസ് അറ്റ് എ ഡിസ്കൗണ്ട് ഓർ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് for providing their know-how or any other value addition that the company has benefited from. അതങ്ങനെ നിങ്ങൾ 4 പോയിൻറ്റ്സ് ആയിട്ട് തന്നെ നോക്കുക. ഇവിടെ എന്താണ്? സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർസ് ആണ്. ആർക്കാണ് അത് ഓഫർ ചെയ്യുന്നത്? ടു ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയീസ്. എങ്ങനെയാണ് അത് ഓഫർ ചെയ്യുന്നത്? അറ്റ് എ ഡിസ്കൗണ്ട് ഓർ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ഡിസ്കൗണ്ട് ആയിട്ടോ, അല്ലെങ്കിൽ ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് മാത്രമാണ് കമ്പനീസിന് നിലവിൽ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്. ബാക്കി ഇക്വിറ്റി ഷെയർസ് ഒന്നും ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നോക്കുക. ഡിസ്കൗണ്ടിലായിരിക്കാം, അല്ലെങ്കിൽ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ആയിട്ടായിരിക്കാം ഇഷ്യൂ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇനി ചെയ്യുന്നത്? ഈ എംപ്ലോയീസ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും അവരുടെ നോഹൗ, ടെക്നിക്കൽ നോഹൗ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റിട്ടേൺ ആയിട്ടാണ് നമ്മൾ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇവർക്ക് ഇൻ റിട്ടേൺ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറയാനുള്ള റീസൺ, ആദ്യം ഇത് അമേരിക്കനിലുള്ളൊരു കമ്മിറ്റി, അമേരിക്കൻ ഫ്രണ്ട് സർവീസ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മിറ്റി അവിടുത്തെ ഫാമേഴ്സിന് അവരുടെ ഹോം ബിൽഡിംഗ് റിലേറ്റഡ് ഒക്കെ ആയിട്ടാണ് ഇത്തരം ഈ ഒരു മെക്കാനിസം കൊണ്ടുവന്നിട്ടുള്ളത്. ഇങ്ങനെ ഇക്വിറ്റി ഷെയർസ് പ്രൊവൈഡ് ചെയ്യുന്ന മെക്കാനിസം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഫാമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതായതുകൊണ്ടാണ് ഇവിടെ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്നുള്ളൊരു ടേം അവിടെ വന്നിട്ടുള്ളത്. അപ്പം അവർ നമുക്ക് എംപ്ലോയീസ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് കമ്പനിക്ക് എന്തെങ്കിലും ടൈപ്പ് ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റിട്ടേൺ ആയിട്ടാണ് കമ്പനി അവർക്ക് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്നത് ഡയറക്ടേഴ്സ് എംപ്ലോയീസിനാണ്. ഡിസ്കൗണ്ടിനോ അല്ലെങ്കിൽ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷോ ആയിട്ടാണ് കൊടുക്കുന്നത്. അവിടെ കോസ്റ്റ് ഇല്ല എന്നൊരിക്കലും പറയുന്നില്ല. നിലവിലുള്ളതിനേക്കാൾ ഇപ്പോൾ 10 രൂപേൻ്റെ ഷെയർ ആണെങ്കിൽ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഓഫർ ചെയ്യുന്നത് 5 രൂപക്കായിരിക്കാം. അതാണ് അവർ പറയുന്നത്. അറ്റ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് അതർ ദാൻ ക്യാഷ് ആയിട്ടുള്ള എന്തെങ്കിലും കൺസിഡറേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണെന്ന് സ്വെറ്റ് ഇക്വിറ്റിൻ്റെ കേസിൽ പറയുന്നില്ല. ഓക്കെ, അവിടെ സെർട്ടൻ കണ്ടീഷൻസ് നിങ്ങൾ നോക്കുക. ഈ ഒരു സ്വെറ്റ് ഇക്വിറ്റി ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ, നമ്മൾ ജനറൽ മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ടായിരിക്കണം കമ്പനി. ദെൻ ദ നമ്പർ, പ്രൈസ്, കൺസിഡറേഷൻ ആൻഡ് ക്ലാസസ് ഷുഡ് ബി സ്പെസിഫൈഡ് ഇൻ ദ റെസൊല്യൂഷൻ. ഇനി ആ സ്പെഷ്യൽ റെസൊല്യൂഷനിൽ നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം? എത്ര നമ്പർ ഓഫ് ഷെയർസാണ് നമ്മളിങ്ങനെ സ്വെറ്റ് ഇക്വിറ്റി ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ പ്രൈസ് എത്രയാണ്, അതായത് ഇപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈസ് എത്രയാണ്, പിന്നെ കൺസിഡറേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ കൺസിഡറേഷൻ എന്താണ്, ആൻഡ് ഏത് ക്ലാസ്സസിനാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ
ബി ക്ലാസ് എന്ന് പറയുന്ന ഷെയർസാണോ അല്ലെങ്കിൽ എ ക്ലാസ് ഷെയർസാണോ, അങ്ങനെ ഏത് ക്ലാസ് ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഓതറൈസ്ഡ് സ്പെഷ്യൽ റെസൊല്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ദെൻ ദ കമ്പനി മസ്റ്റ് കംപ്ലീറ്റ് 1 year. അതായത് ഈ ഒരു സ്വെറ്റ് ഇക്വിറ്റീൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മളിത് ആപ്ലിക്കേഷൻ വാങ്ങി അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്ത് 1 yearനുള്ളിൽ തന്നെ നമ്മളിത് ഇഷ്യൂ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. 1 yearൻ്റെ കംപ്ലീറ്റ് ചെയ്യണം സ്വെറ്റ് ഇക്വിറ്റീൻ്റെ ഇഷ്യൂ. ദെൻ ഇക്വിറ്റി ഷെയർസ് ഓഫ് ദോസ് കമ്പനി മസ്റ്റ് ബി ലിസ്റ്റഡ് ഇൻ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇക്വിറ്റി ഷെയർസ് ആയിരിക്കണം സ്വെറ്റ് ഇക്വിറ്റി ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദെൻ ഇറ്റ് മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ കമ്പനി സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ കമ്പനി സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം ആ കാര്യങ്ങൾ. ആൻഡ് മസ്റ്റ് നോട്ട് എക്സീഡ് 25% ഓഫ് ടോട്ടൽ കമ്പനി ഇക്വിറ്റി അറ്റ് എനി ടൈം. എന്ത് ചെയ്യാൻ പാടില്ല, കമ്പനിയുടെ ടോട്ടൽ ഇക്വിറ്റീൻ്റെ 25% കൂടാൻ പാടില്ല സ്വെറ്റ് ഇക്വിറ്റീൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇത്രയും കണ്ടീഷൻസ് ഫോളോ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സ്വെറ്റ് ഇക്വിറ്റി ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ബോണസ് ഷെയർസ് ആണ്. ബോണസ് ഷെയർസ് ആർ അഡീഷണൽ ഷെയർസ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ടു ദ കറണ്ട് ഷെയർ ഹോൾഡേഴ്സ് അറ്റ് നോ എക്സ്ട്രാ കോസ്റ്റ്. എക്സ്ട്രാ കോസ്റ്റ് ഇല്ലാതെ, നേരത്തെ നമ്മൾ ഡിസ്കൗണ്ടിങ്ങിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ കൺസിഡറേഷനോ ഒന്നുമില്ല. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണലി നമ്മൾ ഷെയർസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. നമുക്ക് ബോണസ് കിട്ടുക എന്ന് പറയില്ല, അതേപോലെ തന്നെ. ആൻഡ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഔട്ട് ഓഫ് ദ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ റിസർവ്. ഒരു കമ്പനിക്ക് നിലവിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ റിസർവ്സ് ആയിട്ട് ഒരുപാട് എമൗണ്ട് ഉണ്ട്. അപ്പോൾ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്, അല്ലാതെ ഫണ്ട് റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടല്ല. ഇത് നമ്മൾ എക്സ്ട്രാ നോ കോസ്റ്റായിട്ട് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഒരു കാശും കമ്പനിക്ക് കൊടുക്കേണ്ടതില്ല, ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് ഇപ്പോൾ എത്ര ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് കിട്ടുന്ന ഷെയർ മാത്രമാണ്. ഓക്കെ, അപ്പോൾ അക്യുമുലേറ്റഡ് പ്രോഫിറ്റോ റിസർവോ ഉള്ള കമ്പനീസ് മാത്രമായിരിക്കും ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് ദീസ് ആർ ഓൾവേസ് ഫുള്ളി പെയ്ഡപ്പ്. ഇനി പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർ ഹോൾഡേഴ്സിന് ഒരിക്കലും ബോണസ് ഷെയർസ് കിട്ടില്ല. ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ള ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ബോണസ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുള്ളൂ. ദെൻ റൈറ്റ് ടു റിനൗൺസിയേഷൻ ഈസ് നോട്ട് അവൈലബിൾ ഇൻ റെസ്പെക്റ്റ് ഓഫ് ബോണസ് ഷെയർസ്. റിനൗൺസിയേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, ഷെയർസ് മറ്റാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് റിനൗൺസിയേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രൊവിഷൻ ബോണസ് ഷെയർസിൽ അവൈലബിൾ അല്ല. നമുക്ക് ബോണസ് ഷെയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ കീപ്പ് ചെയ്യണം, അത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ദെൻ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റിൻ്റെ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ റിസർവ് എന്നാണ് നമ്മളിത് എടുക്കുന്നത്, വേറെ സോഴ്സ് എന്നല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നും പറയുന്നുണ്ട്. നിലവിൽ നമുക്കത് എടുക്കാവുന്നത് ബോണസ് ഷെയർസിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഫ്രീ റിസർവിന് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവ് അക്കൗണ്ടിൽ നിന്ന് എടുക്കാം. ഈ 3 സോഴ്സ് യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് നോ ബോണസ് ഷെയർസ് ക്യാൻ ബി മെയ്ഡ് ക്യാപിറ്റലൈസിങ് റിസർവ്സ് ക്രിയേറ്റഡ് ബൈ ദ റീവാലുവേഷൻ ഓഫ് അസറ്റ്. എന്തെന്ന് എടുക്കാൻ പറ്റില്ല, അസറ്റ് റീവാല്യൂ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റിസർവ് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ആൻഡ് അതുപോലെ തന്നെ ദ കമ്പനി ഷാൾ നോട്ട് ഇഷ്യൂ ഷെയർസ് ഇൻ ലിeu ഓഫ് ഡിവിഡൻറ്റ്. ഡിവിഡൻറ്റിന് പകരമായിട്ടും നമുക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഡിവിഡൻറ്റ് കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ ഡിവിഡൻറ്റ് തന്നെ കൊടുക്കണം, അതിന് പകരമായിട്ട് നമുക്ക് ബോണസ് ഷെയർസ് ഒരിക്കലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡീഷണലി പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമാണ്. ഇനി 3 കണ്ടീഷൻസ് അവിടെ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുക. ഒന്നാമത്തത് ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തത് കമ്പനീൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാവരും പെർമിറ്റ് ചെയ്താൽ മാത്രമേ, ഓതറൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ നിലവിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഡെപ്റ്റ് സെക്യൂരിറ്റീസിനോ അതിൻ്റെ ഒന്നും പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അതിൽ ഡീഫോൾട്ട് വരുത്താൻ പാടില്ല. നിലവിലിപ്പോൾ നമ്മൾ
ഇപ്പോൾ ഏതെങ്കിലും നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡെപ്റ്റ് സെക്യൂരിറ്റീസിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിബഞ്ചറിനൊക്കെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പൽ ഓർ ഇൻട്രസ്റ്റ് എമൗണ്ട് പേയ്മെൻറ്റിൽ നമ്മൾ ഡീഫോൾട്ട് വരുത്തുന്ന ഒരു കമ്പനി ആയിരിക്കരുത്. ആൻഡ് അതുപോലെ തന്നെ എംപ്ലോയീസിന് കൊടുക്കേണ്ട ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂ, പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ഇതൊന്നും ഡീഫോൾട്ട് വരുത്തരുത്. എന്നാൽ മാത്രമേ നമുക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ ഉള്ളൂ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുക.